ഓൺലൈൻ വഴി 1500ഓളം ഇനങ്ങൾ ലൈസൻസുകൾ ഇനി ഒരു കുടക്കീഴിലാവുകയാണ്. ഇൻഫോർമേഷൻ കേരള മിഷൻ്റെ ഭാഗമായി കെ-സ്മാർട്ട് വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെത്താതെ തന്നെ ജനങ്ങൾക്ക് ഇനി നേരിട്ട് ഓൺലൈൻ സേവനങ്ങൾ അവരുടെ മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 10 കെ-സ്മാർട്ട് കേരളമാകെ നടപ്പാക്കാൻ പോവുകയാണ്. നേരത്തെ ഇത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മാത്രമായിരുന്നു നടപ്പാക്കിയിരുന്നത്. ഇത് കേരളം മുഴുവനും ഈ ഏപ്രിൽ 10 നടപ്പാക്കാൻ പോവുകയാണ്. 10-15 ദിവസം നമ്മൾ സർട്ടിഫിക്കറ്റുകൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ക്യൂ നിൽക്കുകയോ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയോ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം ഇനി വിരാമമാവുകയാണ്. നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമ്മുടെ മൊബൈൽ ഫോണുകളിലോ നമുക്കിനി അത് ചെയ്യാനാവും. എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ആവുകയാണ്. നേരത്തെ ഇത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വരുന്ന ഏപ്രിൽ 10 അത് നമ്മുടെ മൊബൈലുകളിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുകയാണ്. പലതരം സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരുന്നു നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പാക്കിയിരുന്നത്. അതായത് സഞ്ജയ, സാങ്ക്യ, സങ്കേതം, സേവന തുടങ്ങിയ സോഫ്റ്റ്വെയറുകളായിരുന്നു. 21ഓളം ഇത്തരം സോഫ്റ്റ്വെയറുകളെല്ലാം സംയോജിപ്പിച്ച് ഒരു കുടക്കീഴിലാവുകയാണ്. അങ്ങനെ നിരവധി സേവനങ്ങൾ ഇനി നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇതിൽ ജനനമരണ സർട്ടിഫിക്കറ്റുകൾ, വ്യാപാര വ്യവസായ ലൈസൻസുകൾ, വസ്തുനികുതി, കെട്ടിട പെർമിറ്റ്, വിവിധ NOCകൾ, പ്രൊഫഷണൽ ടാക്സ്, പാരാമെഡിക്കൽ, ട്യൂട്ടോറിയൽ, ഡിജിറ്റൽ ഫയൽ മാനേജ്മെൻറ്റ്, കോൺഫിഗറേഷൻ മൊഡ്യൂൾ, നോ യുവർ ലാൻഡ് എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ നമുക്കിതിലൂടെ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ നമ്മുടെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ സേവനങ്ങളും ഇനി നമുക്ക് സ്വന്തമായി നേരിട്ട് ലഭ്യമാവുന്ന രീതിയിലേക്ക് മാറുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് കാര്യങ്ങൾ സാധിച്ചെടുക്കാം. അപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ പഞ്ചായത്തിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഈ സേവനം ലഭ്യമാണെങ്കിലും അക്ഷയം ലഭ്യമാണെങ്കിലും നേരിട്ട് തന്നെ ജനങ്ങൾ ഫോണുകൾ വഴി ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കുടക്കീഴിലേക്ക് നമ്മുടെ സേവനങ്ങൾ മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കാണേണ്ടത്.